ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ മുഖത്തിന് ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ കൺപീലി, അല്ലേ? അപ്പോൾ ഇങ്ങനെ കൺപീലി ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ചിലർക്ക് കൺപീലി കൊഴിഞ്ഞു പോകും, ചിലർക്ക് ജന്മനാ കൺപീലി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പലരും മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖം ഒന്ന് നല്ല ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മളൊന്ന് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഐലാഷസ് വെക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഐലാഷസ് വെക്കാതെ തന്നെ നമുക്ക് എങ്ങനെ കൺപീലി നമുക്ക് വർദ്ധിപ്പിക്കാം? ചെറിയ ചെറിയ ടിപ്പുകളിലൂടെ നമുക്ക് നമ്മുടെ കൺപീലികൾ ഇംപ്രൂവ് ചെയ്ത് കുറച്ചും കൂടെ വളർത്തിയെടുക്കാനൊക്കെ പറ്റും. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് ടിപ്പുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തേത് ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണയിൽ ഒരുപാട് റിസിനോലൈക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൺപീലി വർദ്ധിപ്പിക്കാനും നമ്മുടെ പുരികത്തിൻ്റെതാണെങ്കിലും നമ്മുടെ ഹെയറിലാണെങ്കിലും ഒക്കെ നമ്മൾ ആവണക്കെണ്ണ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആവണക്കെണ്ണ ഡെയിലി നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് ഒരു പഞ്ഞി എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു കോട്ടൺ പാഡിനേക്കാളും ബെറ്റർ പഞ്ഞി തന്നെയാണ്. പഞ്ഞി യൂസ് ചെയ്തിട്ട് ആവണക്കെണ്ണ അതിലേക്ക് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കൺപീലിയിലേക്ക് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഡെയിലി ചെയ്യുന്നതിലൂടെ ഐലാഷസ് വർദ്ധിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അടുത്തത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയും ഇതുപോലെ ഡെയിലി നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ കൺപീലിൽ അപ്ലൈ ചെയ്ത് അടുത്ത ദിവസം രാവിലെ കഴുകി കളയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ചെറിയൊരു മാറ്റമെങ്കിലും നമുക്ക് കൺപീലിയിൽ വ്യത്യാസം വരും. ഇത് നിങ്ങൾ 1-2 ദിവസം മാത്രമല്ല, ചെയ്യുമ്പോൾ കണ്ടിന്യൂസ്ലി ഒരു 6 months എബോവ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഇതിനുള്ള മാറ്റങ്ങൾ നിങ്ങളിൽ പ്രകടമാവുള്ളൂ. അടുത്തത് കറ്റാർ വാഴ ജെല്ല്. അത് നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത് ആ സമയത്ത് നമ്മുടെ കൺപീലിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 15 മിനിറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കണ്ണ് വാഷ് ചെയ്യാവുന്നതാണ്. അടുത്തത് വിറ്റാമിൻ സി എണ്ണയാണ്. ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു എണ്ണയും നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൺപീലികൾ വലുതായി വരുന്നതും നമുക്ക് ഉള്ളിൽ നിന്നും പുതിയതായി കൺപീലി കിളിർത്ത് വരുന്നതായി നമുക്ക് കാണാം. നെക്സ്റ്റ് വൺ ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീയിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രീൻ ടീ നമുക്ക് ഒരു അടിപൊളി ടിപ്പായിട്ട് കാണാം. ഗ്രീൻ ടീ തണുക്കാൻ വെക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം ഒരു കോട്ടൺ പാഡ് അതിൽ ഡിപ്പ് ചെയ്ത് നമ്മുടെ ഐലാഷസുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതും നിങ്ങൾ ഡെയിലി ചെയ്യേണ്ടതാണ്. ഒലിവ് എണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ. ഒലിവ് എണ്ണയിലും ധാരാളം ആന്റി ഓക്സിഡന്റുകളും വിറ്റാമിനുകളും അടങ്ങിയിട്ടുണ്ട്. ഡെയിലി അല്പം ഓയിൽ ഇതുപോലെ കൺപീലിയിലും കൺപോളയിലും പുരട്ടുന്നത് നല്ലതാണ്. അടുത്തത് വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, ഒമേഗ ഫാറ്റി 3 എന്നിവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. ഇങ്ങനെ നല്ല ഫുഡുകൾ കഴിക്കുമ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്തിന് അത് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ടിപ്പുകളില് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്യാം. ഏകദേശം ഒരു 6 മാസത്തിന് മുകളിൽ കൺപീലി കുറവുള്ളവർ അല്ലെങ്കിൽ ഐലാഷസ് ഇംപ്രൂവ് ചെയ്യാൻ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടെ ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്നും കിട്ടുന്ന ഐലാഷസ് വെക്കാതെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കൺപീലികൾ വർദ്ധിപ്പിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ടിപ്പുകളിൽ ഏതെങ്കിലും ഒന്ന് ഒരു 6 മാസത്തിൽ കൂടുതൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കൺപീലികളിൽ മാറ്റങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ എന്തായാലും നമ്മൾ പിന്നീടും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഐലാഷസ് വെക്കാതെ തന്നെ നിങ്ങളുടെ കൺപീലികൾ നല്ല ഇടതൂർന്ന കൺപീലികളായി മാറും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതിനു മുൻപ് എന്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.